എല്ലാവരും പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടിനകത്ത് ഏത് വഴിക്കാ പാമ്പ് വരിക എന്ന് നമ്മൾ കണ്ടെത്തണം. ജനൽ വഴിക്ക് വരാം, വാതിൽ തുറന്നിട്ട് വരാം, ജനൽ അടയ്ക്കാതിരുന്ന വരാം. പിന്നെ വരുന്നത് ബാത്റൂമിനകത്ത് കടി. ഇവ കൂടാതെ വീടിനകത്ത് പാമ്പ് കയറാൻ 2 സൊല്യൂഷൻസാണ് ഉള്ളത്. ഒന്ന്, ബാത്റൂമിനകത്ത് വെള്ളം പോകുന്ന ഭാഗത്തിൽ കൂടെ പാമ്പ് അകത്തേക്ക് കയറി വരും. 2, വാഷിംഗ് മെഷീന് വെള്ളം പോകുന്ന ഭാഗത്തു കൂടിയും പാമ്പ് കയറി വരും. ഈ 2 ഭാഗവും നമ്മൾ സൂക്ഷിച്ച് അവിടെ കയറാത്ത രീതിയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പ് വരില്ല. ഇതാ ഈ കാണുന്ന ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഉള്ള ഈ വെള്ളം പോകുന്ന ഭാഗത്ത് വെക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇതിൽ കൂടെ പാമ്പുകൾ കയറി വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മളിവിടെ ആ ലോക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു നെറ്റ് വെട്ടിയെടുത്ത് ഇതിൻ്റെ ഭാഗത്ത് വെച്ച് ഇതിനെ അവിടെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പാമ്പ്, പഴുതാര എന്നുള്ള ഒന്നും ഇതിലേക്ക് കയറി വരില്ല. ഇവിടെ ഈ വെള്ളം പോകുന്ന ഭാഗത്ത് നമ്മളിത് വെച്ച ശേഷം ഇതിൽ 2 ലോക്ക് ഉണ്ട്. ഒരു ലോക്ക് ഇവിടെ, പിന്നെ 2 ലോക്ക് ഇവിടെ വരിക. അപ്പോൾ ഇതിലേക്ക് ഈ ലോക്ക് കൊടുത്ത ശേഷം ഇതിലേക്ക് ഉള്ളൊരു ലോക്കിലേക്ക് കണക്റ്റിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഇനി ഇത് വലിച്ചാൽ പോലും വരില്ല. അപ്പോൾ ഇതിനകത്ത് കൂടെ വരുന്ന പാമ്പൊന്നും കയറി വരില്ല, പഴുതാരൊന്നും കയറി വരില്ല. ഇത് ആർക്കും ചെയ്യാവുന്ന എളുപ്പ ഒരു വഴിയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിലേക്ക് വരില്ല, ബാത്റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്കും വരില്ല, തലയാണിൻ്റെ അടിയിൽ, ബെഡിൻ്റെ അടിയിൽ ഒരു പാമ്പും വരില്ല. എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ കുളിക്കുന്ന വെള്ളം, മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം പോകുന്ന വഴിയായതുകൊണ്ട് ഇത് ദിവസം ക്ലീൻ ചെയ്യണം. ഈ നെറ്റ് എടുത്ത് ആ കപ്ലിംഗ് പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് ഇതേപോലെ കറക്റ്റായി ദിവസം വെക്കണം. അപ്പോഴേ അത് വൃത്തിയായിരിക്കുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തത് ആരും ശ്രദ്ധിക്കാത്ത ഭാഗമാണ് ഈ വാഷിംഗ് മെഷീൻ്റെ ഭാഗം. ഇവിടെ ഒരു വെള്ളം, അതായത് ഈ പൈപ്പിൻ്റെ വെള്ളം പോകുന്ന ഭാഗമുണ്ട്. ഇതിലേക്ക് കണക്റ്റിംഗ് ആണ്, കണക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഓസിൽ കൂടെ പാമ്പ് വീട്ടിനകത്ത് കയറി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിന് കിട്ടുന്ന നെറ്റ് എടുത്ത് ഈ ഭാഗം ഒന്ന് ഇവിടെ കണക്ട് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് വെച്ച് കട്ട് ചെയ്യുന്നത്. ടേപ്പ് ഇവിടെ നമ്മൾ ചുറ്റി കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഈ വഴിക്ക് പാമ്പ് വീട്ടിനകത്ത് കയറി കഴിയുകയാണെങ്കിൽ അത് വരാതെ തടയാൻ നമുക്ക് സാധിക്കും. നമുക്കതിലേക്ക് ആ വെള്ളം പോകുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് ചുറ്റി കൊടുക്കുക. സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ കയറിൻ്റെ ഭാഗങ്ങൾ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക, ചുറ്റി കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ അത് വഴിക്ക് വരുന്ന പാമ്പുകളോ വേറെ എന്തെങ്കിലും നമുക്ക് തടയാൻ സാധിക്കും. കണക്റ്റിംഗ് പോകുന്നുണ്ട്, നെറ്റ് വെച്ചു, ടേപ്പ് പിന്നെ കയറ് വെച്ച് കെട്ടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുകൂടി ഒന്നും കയറി വരില്ല. എല്ലാവരും ശ്രദ്ധിക്കുക.